നിങ്ങളൊരു വെബ്സൈറ്റ് ഓണറാണ് അല്ലെങ്കിൽ ഒരു പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചാറ്റ് GPT എന്നോ നിങ്ങൾക്ക് സെയിൽസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ SEO വീക്ക് ആയിരിക്കും. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ SEO പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അതായത് SEO രണ്ട് തരമുണ്ട്. ബേസിക്, അതായത് ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതിനപ്പുറം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് SEO. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് SEO കുറച്ച്, അതായത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർക്കും അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ഉള്ളവർക്കും. ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് SEO ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പകുതി തൊട്ട് കണ്ടാൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ടാണ് SEO സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും പുതിയൊരു സെയിൽസ് എന്തായാലും ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് വരാം. ഇതിൽ ആദ്യം നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള SEO, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ അത്യാവശ്യം ചെയ്തിരിക്കേണ്ട SEO എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, SEO റിലേറ്റഡ്. അതാണ് ആദ്യത്തെ ഒരു ഘട്ടം പറയുന്നത്, അതായത് ബേസിക് SEO. അതിൽ ഒരു 12 ടോപ്പിക്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകും നമ്മൾ അഡ്വാൻസ്ഡ്, അതായത് കുറെ കൂടി ഡീപ്പായിട്ട് SEO ടോപ്പിക്സിലോട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോവാം. ആദ്യമായിട്ട് കീവേഡ് റിസർച്ച്, അതായത് നമ്മുടെ വെബ്സൈറ്റ് എന്ത് റിലേറ്റഡ് ആണ് എന്ന്. അതായത് ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആണ്, അതായത് മെൻസ് ക്ലോത്തിങ് ആണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി നോക്കുക, ഒരു കസ്റ്റമർ ഗൂഗിളിൽ വന്ന് എന്തൊക്കെയാകാം സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാകാം ടോപ്പ് ട്രെൻഡിങ് വേർഡ്സ്. അപ്പോൾ ഇതിനെ വൈസ് നോക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ, അതായത് കീവേഡ് റിസർച്ച് പ്ലാനർ. ഗൂഗിളിൻ്റെ കീവേഡ് റിസർച്ച് പ്ലാനർ. ഇതിൻ്റെ അകത്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമുക്ക് ആ റിസർച്ച് കീവേഡ്സ് സെർച്ച് ചെയ്യാനായിട്ട് കഴിയൂ. അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ട് തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം ഇതിൽ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ ഒരു ആർട്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരെണ്ണം കാണിച്ചു തരാനായിട്ട് കഴിയൂ, അതായത് ഒരു കീവേഡ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഈ ഒരു കീവേഡ്സ് പ്ലാനർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. നമ്മൾ യൂഷ്വലി പ്രോഡക്റ്റിലുള്ള കീവേഡ് നമ്മൾ ചാറ്റ് GPTയോ മറ്റു യൂസ് ചെയ്ത് SEO ഫ്രണ്ട്ലി കീവേഡ്സ് ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ആഡ്സ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, ബട്ട് ഇത് നിർബന്ധം ഇല്ല. സോ ഈ ഒരു ടോപ്പിക്ക് മാത്രം ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്ക് SEO ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ സ്റ്റോർ. അപ്പോൾ എങ്ങനെ നമ്മുടെ സ്റ്റോർ SEO ഫ്രണ്ട്ലി ആയിരിക്കാം? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ. അപ്പോൾ ഈ സ്റ്റോറിൽ നമുക്ക് മെനു ഉണ്ട്, അതായത് ഹോം ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, പ്രീ ഓർഡർ, ബ്രാൻഡ്, എബോട്ടസ്. അപ്പോൾ ചില വെബ്സൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനൊരു വെബ്സൈറ്റ് കാണിച്ചു തരാം. ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് കാണിക്കുവാണ്, കാർട്ട് വ്യൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഹോം ഉണ്ട്, ഓൾ പ്രോഡക്ട്സ് ഉണ്ട്, ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്, ന്യൂ അറൈവൽസ് ഉണ്ട്, വീണ്ടും ഹോം ഉണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പം തന്നെ ഇത് ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമുക്കൊരു പ്രോപ്പർ ഹയറാർക്കി ഉണ്ടാവുക, അതായത് ഒരു മെയിൻ ഹെഡിങ്, ഒരു മെനു ഉണ്ടാവുമ്പോൾ മെയിനായിട്ട് ഒരു ഹെഡിങ് ഇതിൽ വരും പോലെ ഹോം അല്ലെങ്കിൽ കളക്ഷൻസ് എന്തൊക്കെയാണ്, എബോട്ടസ്, ഇതിൻ്റെ അകത്ത് ഒരു സബ് കാറ്റഗറി. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ മെൻസ് അല്ലെങ്കിൽ വുമൺസ്, ഇതിൻ്റെ അകത്ത് ഷർട്ട്, ടീഷർട്ട്, പാൻസ്, സോ അങ്ങനെ സബ് കാറ്റഗറി ഇട്ട് ചെയ്യാം. അതായത് നിങ്ങൾ കൺജസ്റ്റഡ് ആയിട്ട് ഇവിടെ തന്നെ ഇപ്പോൾ ഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ മെൻസ്, വുമൺസ്, ടീഷർട്ട്, ഇങ്ങനെ ഒറ്റ ലൈനിൽ കൊടുത്തു പോകാതിരിക്കുക. യൂഷ്വലി ഇപ്പോഴത്തെ ഷോപ്പിഫൈയിൽ നമുക്ക് മെഗാ മെനു, ഈ ഒരു പാറ്റേൺ വരുന്നതിന് മെഗാ മെനു എന്നാണ് പറയുന്നത്. ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് കളക്ഷൻസ്, അതൊരു ഹയറാർക്കി കണക്കിന് കറക്റ്റ് എഴുതിയിട്ട് അത് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു 4-5 പ്രോഡക്റ്റേ ഉള്ളൂ എങ്കിലും നിങ്ങൾ പ്രോപ്പർ ഒരു കളക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റ്, നമ്മളെ ഒരു സ്റ്റോർ പ്രോപ്പറായിട്ട് കളക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ SEO സെർച്ച് എഞ്ചിൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഡേറ്റ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്ക് വന്നാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ടേപ്പ് കളക്ഷൻ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു, നമുക്കൊരു ഹെഡിങ് ഉണ്ട്. ഇതുപോലെ എല്ലാ പേജിലും ഒരു ഹെഡിങ്സ് കമ്പൽസറിയുമായിട്ട് ഉണ്ടാകണം. അതായത് ഞാനിവിടെ ആക്സറീസ് എടുത്തു, ആക്സസറീസിന് ഒരു ഹെഡിങ് ഉണ്ട്, എബോട്ടസ് കൊടുക്കുകയാണ്, എബോട്ടസ് അല്ലെങ്കിൽ കോണ്ടാക്ടസ് കൊടുക്കുന്നു.
കോൺടാക്റ്റ് അസിനും ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ FAQ എടുക്കുവാണ്, FAQന് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പേജിനും നിർബന്ധമായിട്ടും ഒരു ഹെഡിങ് ഉണ്ടാകണം. ഇനി ഹെഡിങ് ജസ്റ്റ് ഒരു ഹെഡിങ് ഇട്ടാൽ മാത്രം പോരാ. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ നമ്മളെ തീം എഡിറ്ററിൽ വന്നു, ഹൊറിസോൺ തീമിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് പേജിൽ വരുവാണ്. ഈ പ്രോഡക്റ്റ് പേജ് വരുന്ന സമയത്ത് പ്രോഡക്റ്റിലെ പേജ് വന്നു. ഈ പ്രോഡക്റ്റാണ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് പേജ്. ഇതിനൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഹെഡിങ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ സൈഡ് നോക്കുക, നമ്മുടെ ഹെഡിങ് H1 ടൈറ്റിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം H1 ടൈറ്റിൽ ഇല്ല എങ്കിൽ ഗൂഗിൾ അത് ഡിറ്റക്റ്റ് ചെയ്യും നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പ്രോപ്പർ ഹെഡിങ് ഇല്ല എന്ന്. അതായത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഹൊറിസോൺ തീമിൽ അല്ലെങ്കിൽ പുതിയ ഷോപ്പിഫൈ തീമുകളിലെല്ലാം നമുക്ക് ഹെഡിങ് ചുമ്മാ ഇടാം, നമുക്ക് പല ഡിസൈനും പല മോഡലും. പക്ഷെ ഇവിടെ നമ്മൾ H1 അത് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കത്തില്ല. പ്രോപ്പറായിട്ട് അത് നോക്കുക. ഒരു പ്രോഡക്റ്റ് പേജ് മാത്രമല്ല, നമ്മൾ ഒരു കളക്ഷൻ പേജ് ആണെങ്കിലും, ഇപ്പോൾ ഒരു കളക്ഷൻ പേജ് വന്നു, സ്റ്റിക്കർ ഷീറ്റാണ് ഞങ്ങളുടെ കളക്ഷൻ പേജ്. അപ്പോൾ ഇത് വന്നാലും ഇതും H1 ടൈറ്റിൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഇത് മാത്രമല്ല, നമ്മുടെ എബോട്ടസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് പേജ് വരുന്നുണ്ട്. സോ എല്ലാ പേജിലും നിർബന്ധമായിട്ടും ഒരു H1 ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ H1 ടൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ അത് ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ ആ ഒരു പേജ്. സോ H1 ടൈറ്റിൽ കമ്പൽസറി ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാൽ പ്രോഡക്റ്റ് SEO, അതായത് ഓരോ പ്രോഡക്റ്റിലും നമ്മൾ എന്തൊക്കെ SEOയിൽ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ അതിന് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങളുടെ ഹോം പേജ് വരുവാണ്. ഹോം പേജിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് എടുക്കുവാണ്, 2026 മിനി പ്ലാനർ. ഞാനിത് കോപ്പി ചെയ്തു, പ്രോഡക്റ്റിൽ വന്നു, ഞാനിത് സെർച്ച് ചെയ്തു. ഈ പ്രോഡക്റ്റ് പേജ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിന് ഒരു ഹെഡിങ് ഉണ്ട്, പ്രോപ്പറായിട്ട് ഒരു ഹെഡിങ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഹെഡിങ് കൊടുക്കുമ്പോൾ എപ്പോഴും പ്രോപ്പർ ആയിരിക്കുക. അതായത് നിങ്ങളൊരു ടീഷർട്ടാണ് വിൽക്കുന്നതെങ്കിൽ ടീഷർട്ട് ഫോർ വുമൺസ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ബ്ലൂ ടീഷർട്ട് പ്രിന്റഡ് ഒരു ടീഷർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ പേര് കൊടുക്കുക. ഒരുപാട് കൺഫ്യൂസിങ് ആയ ഒരു പേര് കൊടുക്കാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് എന്താണോ പേര് അത് മാത്രം കൊടുക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുക. ഇപ്പോഴത്തെ ഒരു SEO വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് മാക്സിമം ബുള്ളറ്റ് പോയിന്റിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മൾ കുറച്ചും കൂടി SEO കഴിഞ്ഞ് കുറച്ചും കൂടി GO എന്ന ടോപ്പിക്കിലോട്ട് നോക്കുമ്പോൾ ബുള്ളറ്റ് പോയിന്റ്സ്, അതായത് ക്വസ്റ്റ്യൻസ് ആൻസർ, ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ SEO ഈ 2026 ഈ ഒരു കാലത്തിൽ വർക്കാവുന്നത്. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി കൺജസ്റ്റഡ് ആക്കാതെ വളരെ മിനിമലായിട്ട് എന്നാൽ ആവശ്യമുള്ള പോയിന്റുകളെല്ലാം ബുള്ളറ്റ് പോയിന്റിലോ മറ്റോ കൊടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ പറയുന്ന ഒരു മോഡൽ എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഫോർ എക്സാമ്പിൾ ഒരു ടീഷർട്ടാണ്, ടീഷർട്ട് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ടീഷർട്ട് നമുക്ക് ഇത് ഒരു പാർട്ടിക്ക് യൂസ് ചെയ്യുന്ന ടീഷർട്ടാണ് ലൈക്ക് അങ്ങനത്തെ കീവേഡും കൂടെ സെർച്ച് ചെയ്യുക. അതിൻ്റെ യൂസ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഉപയോഗിക്കുക, ഒരു സെർച്ച് മെൻഷൻ ചെയ്തിരിക്കുക. നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ChatGPT പോവുക. ChatGPT പോയിട്ട് നിങ്ങളിൽ ഓൾറെഡി ഉള്ള കണ്ടന്റ്, അതായത് നിങ്ങൾക്കൊരു പേരുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വെച്ചിട്ട് ഒരു SEO ഫ്രണ്ട്ലി ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് എ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വിത്ത് SEO ഫ്രണ്ട്ലി എന്ന് കൊടുത്താൽ ആ ഡീറ്റെയിൽസ് വെച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ബിഗിനർ ആണെങ്കിൽ അത് ഓക്കെ ആണ്, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ട് താഴെ കാറ്റഗറി, നിങ്ങളുടെ പ്രോഡക്റ്റ് ഏത് കാറ്റഗറി ആണെന്ന് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എൻ്റെത് ബുക്കാണ്, ഞാൻ ഈ ബുക്കിൻ്റെ കാറ്റഗറി ഒരു ടീഷർട്ടിന് കൊടുത്തിരുന്ന ഗൂഗിൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു റോങ് ഇൻഫർമേഷൻ ആയിട്ടാണ്. അതായത് സോ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക.
ഇനി മറ്റൊന്ന് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, SE സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ്. ഇത് വിട്ടു പോകരുത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേജ് ടൈറ്റിൽ ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എപ്പോഴും കൊടുക്കേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പേര് പ്ലസ് ബ്രാൻഡ് നെയിം, ടേക്ക് എ നോട്ട് എന്ന ബ്രാൻഡ് നെയിം കൊടുക്കാനായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും പേജ് ടൈറ്റിലും ഇത് മസ്റ്റായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിന് കൊടുത്തിരിക്കണം. പലരും പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനും ബാക്കി കാര്യങ്ങളും കൊടുത്ത് അങ്ങ് പോകുമ്പോൾ ഇത് വിട്ടുപോകും. അപ്പോൾ നമ്മുടെ SEO എടുക്കുന്ന ഡേറ്റ ഇവിടെ നിന്ന് ആണ്. അതായത് ഗൂഗിളിൽ നമ്മളെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ഇതേ ഒരു പാറ്റേണിലായിരിക്കും. അതായത് 2026 മിനി പ്ലാനർ A6 ടേക്ക് എ നോട്ട് ജേണൽസ് ആൻഡ് പ്ലാനേഴ്സ് എന്നൊരു ഇതേ ഒരു പാറ്റേണിലായിരിക്കും. സോ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഓപ്ഷൻസ് കൊടുത്തേക്കുക. ഈ ഒരു മെറ്റാ ടൈറ്റിൽ ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പേജിൽ മാത്രമല്ല ഉള്ളത്. നമ്മൾ ആദ്യം എല്ലാ പ്രോഡക്റ്റും ആഡ് ചെയ്തു. ദെൻ നമ്മൾ കളക്ഷൻസിലോട്ട് വരുമെന്നാണെങ്കിൽ, ഇപ്പോൾ കളക്ഷൻസ് ഞാനിപ്പോൾ ഈ ഒരു കളക്ഷൻ എടുത്തു. കളക്ഷൻ എടുക്കുന്ന സമയത്തും അതിലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് പ്രോഡക്റ്റിന് എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആക്കും, പക്ഷെ കളക്ഷൻസ് നെയിമിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കില്ല. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കളക്ഷനും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ കളക്ഷൻ്റെയും ഡീലായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റിന് വരും പോലെ സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ്. സോ ഈ ഒരു കളക്ഷന് നമ്മൾ പ്രോപ്പറായിട്ട് അത് റിട്ടേൺ ചെയ്യുക. കാരണം പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് പ്രോഡക്റ്റിനെല്ലാം ആഡ് ചെയ്യും, കളക്ഷൻസ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ കളക്ഷനെ ശ്രദ്ധിക്കില്ല. സോ കളക്ഷൻസിന് എല്ലാം ആഡ് ചെയ്യുക. ഇനി കളക്ഷൻസിന് മാത്രമല്ല ഇത് വരുന്നത്. ഇപ്പോൾ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഷോപ്പിഫൈയിൽ ഒരു കോണ്ടാക്ട് അസ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഈ കോണ്ടാക്ട് അസ് പേജിനും താഴെ സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ് ഉണ്ട്. സോ ഇവിടെയും നമ്മളത് ഫില്ല് ചെയ്യുക. നമ്മൾ എത്ര പേജ് ആഡ് ചെയ്യുന്നുണ്ടോ എല്ലാ പേജിനും, ഇപ്പം പ്രൈവസി പോളിസി ആവട്ടെ, ഷിപ്പിംഗ് പോളിസി ആകട്ടെ, അതിനെല്ലാത്തിലും ഒരു കണ്ടന്റ് കൊടുക്കുക, സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ് കൊടുക്കുക. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇത് കൂടാതെ നമ്മളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോഗിനും നമ്മുടെ പ്രോപ്പറായിട്ട് ഒരു സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ് കൊടുക്കുക. അതായത് സിംപിളി പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ പ്രോഡക്റ്റ് പേജിൽ പ്രോഡക്റ്റ് ഏതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ ആ പ്രോഡക്ട്സിന് എല്ലാം നമ്മൾ സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ്, അതായത് മെറ്റാ ഡിസ്ക്രിപ്ഷനും മെറ്റാ ടൈറ്റിലും കൊടുക്കണം. അതുപോലെ തന്നെ കളക്ഷൻസിന് എല്ലാം, കളക്ഷൻസ് എന്തൊക്കെ കളക്ഷൻ ഉണ്ടോ അപ്പോൾ ആ കളക്ഷൻ എല്ലാം മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോഗിനും കൊടുക്കുക. എന്തൊക്കെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ പേജിനും എല്ലാം മെറ്റാ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. മെറ്റാ ടൈറ്റിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തിനി SEO ഫ്രണ്ട്ലി URL. അപ്പോൾ നമ്മൾ ഓരോ URLും, ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഡക്റ്റ് എടുക്കുവാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു, ബേക്കറി സ്റ്റിക്കേഴ്സ്. തൊട്ട് താഴെ നമ്മൾ വരുമ്പോൾ ഇതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ലിസ്റ്റിങ്ങിൻ്റെ അവിടെ എഡിറ്റ് ചെയ്യുന്ന അവിടെ നമ്മൾ URL ഹാൻഡിൽ കാണും. അതായത് ലിങ്ക്, നമ്മളെ ഓരോ പ്രോഡക്റ്റിൻ്റെയും എന്താണ് ലിങ്ക് വരുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലിങ്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. നമ്മളെ പ്രോഡക്റ്റ് നെയിം കൊടുത്താൽ ഓക്കെ ആണ്. പക്ഷെ അതേസമയം നമ്മൾ പ്രോഡക്റ്റ് നെയിം കൊടുത്തിട്ട് ഇങ്ങനെ, അതായത് കുറേ പേര്, കുറേ നമ്പർ, കുറേ സ്ലാഷ് ഇങ്ങനെയൊക്കെ കിടക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മുടെ URL എപ്പോഴും ക്ലിയർ ആയിരിക്കുക, ക്ലീൻ ആയിരിക്കുക. അതുപോലെ തന്നെ ഒത്തിരി സ്റ്റാർ, ഒത്തിരി നമ്പേഴ്സ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഇമേജ്, നമ്മൾ ആവശ്യമില്ലാത്ത പേരുകൾ അതിൽ കൊടുക്കാതിരിക്കുക. ഈ URL ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡ് ആകും. പക്ഷെ ആദ്യ സമയങ്ങളിൽ നമ്മളൊരു പ്രോഡക്റ്റ് നെയിം കൊടുത്തു, കുറേ കഴിയുമ്പോൾ ഞാൻ ഈ ബേക്കറി സ്റ്റിക്കേഴ്സ് എന്നുള്ള ഈ പ്രോഡക്റ്റിൻ്റെ പേര് മാറ്റി മറ്റൊരു പേരാക്കി. ആ സമയത്ത് ഇവിടുത്തെ താഴത്തെ URL ഓട്ടോമാറ്റിക്കായിട്ട് മാറത്തില്ല. ആദ്യം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേരെന്തായിരുന്നോ ആ പേര് തന്നെ ആയിരിക്കും കിടക്കുന്നത്. സോ അങ്ങനത്തെ കേസിൽ ഇത് എഡിറ്റ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള URL ആയിരിക്കണം നമ്മൾ ഇടേണ്ടത്. സോ ഇത്രയാണ് URL വരുന്നത്. URL ഇവിടെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കണക്കിന് നമ്മുടെ കളക്ഷൻസിന് വരും,
അതായത് നമ്മുടെ ഒരു കളക്ഷൻ എടുത്താൽ കളക്ഷൻസിൻ്റെ അകത്തും നമ്മൾ URL വരുന്നുണ്ട്, എന്താണോ കളക്ഷൻ ആ URL വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോഗിൻ്റെ അകത്ത് കണ്ടന്റ് എടുത്താൽ അതിൻ്റെ അകത്ത് ബ്ലോഗ് വരും, ബ്ലോഗിനും നമുക്ക് ടൈറ്റിൽ ഉണ്ട്. സോ ടൈറ്റിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം ടൈറ്റിൽ ഒരു മിനിമൽ, ഒത്തിരി അനാവശ്യമായിട്ടുള്ള അക്കങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ഡീസന്റ് ടൈറ്റിൽ കൊടുക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മൾ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചില വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ ലോഡിങ്ങിന് ഒത്തിരി ടൈം പിടിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഒന്ന് ലോഡായി വരാൻ, അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ ചില പിക്ചേഴ്സ് മാത്രം ലോഡായി വരത്തില്ല, ചിലത് ലോഡ് ആവുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആൾക്കാർ ആ വെബ്സൈറ്റ് കയറിയിട്ട് ലെഫ്റ്റ് അടിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുപോലെ തന്നെ സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ ഇമേജിൻ്റെ സൈസ്, അതായത് നമ്മുടെ പെർഫെക്റ്റ് ഒരു ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 500 KB അകത്തായിരിക്കുക. പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ടോപ്പ്, അതായത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കിടക്കുന്ന ഇമേജസ് ഒക്കെ ആണെങ്കിൽ ഒരു 500 KB ഒക്കെ ഇടാം. അതേസമയം ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് വരുന്നത് എപ്പോഴും നമ്മൾ ഒരു 300 KB അകത്ത് ഇടുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മളെ മൊബൈലിൽ ലോഡായി വരാനും കുറച്ച് കൂടെ വെബ്സൈറ്റ് സ്പീഡായിരിക്കാനും ഇത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജിൻ്റെ സൈസ് കുറയ്ക്കണം അല്ലെങ്കിൽ പിക്സൽ കുറയ്ക്കണം, അതിനായിട്ട് ഞാനൊരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു വെബ്സൈറ്റ് നോക്കിക്കേ, ഇവിടെ ഞാനൊരു ഇമേജ് ഇട്ടു. ഇമേജ് ഇടുന്ന സമയത്ത് ഇമേജ് ലോഡ് ആവുന്നേ ഉള്ളൂ. ഇമേജ് ഈ വെബ്സൈറ്റിൽ ശരിക്കും നെറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്. ഇമേജ് ഈ വെബ്സൈറ്റിൽ നമുക്ക് റീസൈസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ പിക്സൽ അറിയാനായിട്ടും കഴിയും. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വന്നിട്ട് കംപ്രസ് ഇമേജ്, അതായത് നമ്മുടെ ഇമേജ് ഇപ്പോൾ നമുക്ക് ഒരു ടോട്ടൽ, നമുക്ക് ഞാനൊരു ഡെസ്ക്ടോപ്പിൽ വന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ഈ ഒരു ഇമേജ് ഇടുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിന് അറിയാം നമുക്ക് 797 KB ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന കേബിൾ നമ്മളൊരു 300 KB അകത്താക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഡ്യൂസ് കൊടുത്താൽ വളരെ വേഗം തന്നെ ഈ ഇമേജ് ആ ഒരു സൈസിലോട്ട് മാറും. സോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇമേജിന് സൈസ് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്യാം. ഇമേജ് ടൂൾ അത്യാവശ്യം ഫ്രീ ആണ്. സോ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു സൈറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പിക്സൽ, അതായത് ഈ ഒരു ഇമേജിന് ഞാനൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഇട്ടു. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ കറക്റ്റ് ആ ഒരു ഇമേജിൻ്റെ പിക്സൽ അറിയാൻ കഴിയും. കാരണം 3213 × 3215 നമ്മുടെ വെബ്സൈറ്റുകളിൽ എപ്പോഴും, നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ എപ്പോഴും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പിക്സൽ എന്ന് പറയുന്നത് 2048 × 2048 ആണ്. അതായത് 2048 × 2048. സോ ആ ഒരു പിക്സൽ ആക്കി അതുപോലെ തന്നെ സൈസും റീസൈസ് ചെയ്ത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലോട്ട് വന്നു. തീം എഡിറ്ററിലോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാനിവിടെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഇതൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് എങ്ങനെ കാണിക്കണം എന്നൊരു ഓപ്ഷൻ ഇതിൽ വരും. അതായത് ഓട്ടോ വേണോ, പോർട്രേറ്റ് വേണോ, സ്ക്വയർ വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും വെബ്സൈറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പല സൈസ് ഇടും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു വൈഡ് ഇമേജ് ഇട്ടിട്ട് ഇവിടെ സ്ക്വയർ കൊടുത്താലും നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ കാണും.
ബട്ട് ഈ പിക്ചർ, ഈ ബ്ലോക്കിന്റെ അകത്ത് കിടക്കുന്ന ഇമേജ് ചിലപ്പോൾ ഒരു പോർട്രേറ്റ് ആയിരിക്കും, ലാൻഡ്സ്കേപ്പ് ആയിരിക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജ് കിട്ടിയാൽ നമുക്ക് ആദ്യമേ ഡിസൈഡ് ചെയ്യാം വെബ്സൈറ്റിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് പ്രോപ്പർ ആയിട്ടൊന്ന് ക്രോപ്പ് ചെയ്തിട്ട്, ഞാൻ ഈ പറഞ്ഞ കണക്കിന് പിക്സൽ കൂടുതലാണെങ്കിൽ 2048 × 2048 ആക്കുക. അതുപോലെ തന്നെ സൈസ് ഒരു 500 KB അല്ലെങ്കിൽ ഒരു 300 KB അകത്താക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അതായത് അപ്പോൾ നമ്മുടെ ഇമേജ് കംപ്രസും ചെയ്യുന്നില്ല, വെബ്സൈറ്റിൽ വ്യൂ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ഇമേജ് എടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഷോപ്പിഫൈയിൽ സ്ക്വയർ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് കിടക്കുന്നത് ആ ലാൻഡ്സ്കേപ്പിൽ ഒരു സൈഡിലാവും. സോ ആ പ്രോഡക്റ്റ് എക്സാക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കില്ല. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം സ്ക്വയറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആസ്പെക്ട് റേഷ്യോ മീഡിയയ്ക്ക് സ്ക്വയർ ആണ്. സോ സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് സ്ക്വയർ ഞാൻ കൊടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ മൊബൈൽ നോക്കുന്ന സമയത്ത് മൊബൈൽ കുറച്ചും കൂടെ വിസിബിലിറ്റി ആണ്, പ്രോപ്പർ ആയിട്ട് അയാൾക്ക് ആ വാങ്ങുന്ന കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നോക്കാനായിട്ട് കഴിയും. അപ്പൊ ഗൂഗിൾ നോക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ആ പ്രോഡക്റ്റ് പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആണോ, വ്യൂ ആണോ. സോ ഇതെല്ലാം SEOയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് ചെയ്യുക നമ്മുടെ ഇമേജ് എങ്ങനെ ആയിരിക്കണമെന്ന്. ഇനി മറ്റൊന്ന്, ഇപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കുവാണ്. ഈ പ്രോഡക്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ പിക്ക് അപ്ലോഡ് ചെയ്താൽ ഒന്ന് നോക്കുക, ഒന്ന് എഡിറ്റ് ചെയ്യുക. ഈ സമയത്ത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, നെയിം ഉണ്ട് ആൻഡ് ആൾട്ട് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് രണ്ടും വിട്ടു പോകരുത്. നെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലിലെടുത്ത ഒരു ഇമേജിന് ചിലപ്പോൾ IMG 1666663 ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും, റാൻഡം നമ്പർ. ആ നമ്പർ ആണ് ഈ ഒരു ഫയലിന്റെ പേരെങ്കിൽ നമ്മൾ പേര് മാറ്റുക, ഈ പ്രോഡക്റ്റിന്റെ പേര് കൊടുക്കുക. അത് ഞാനിപ്പോൾ കൊടുത്തു 2026 മിനി പ്ലാനർ A6, ആ ഒരു പേര് അതിന് കൊടുത്തു. ഇനി താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആൾട്ട് ടെസ്റ്റ്. ആൾട്ട് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇമേജിൽ എന്താണ് കാണുന്നത് എന്നാണ്. അതായത് നമ്മൾ ഗൂഗിളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് ഇരിക്കുന്നത് ഒരു ഗ്രീൻ കലണ്ടർ 2026 ഒരു ലൈറ്റ് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനാണ്. സോ ഷോപ്പിഫൈയുടെ പുതിയ അപ്ഡേറ്റിൽ ഇവിടെ സജഷൻസ് വരും. സോ നമ്മൾ ടിക്ക് കൊടുക്കുക, അതങ്ങ് സേവ് ചെയ്ത് പോവുക. അതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. ഇല്ലെങ്കിൽ നമുക്കിത് റാൻഡം ആയിട്ട് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാൻ എൻ്റെ പ്രോഡക്റ്റിന് ഒരു 10 ഇമേജ് ഉണ്ടെങ്കിൽ 10നും റീനെയിം ചെയ്യുക പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ 10നും ആൾട്ട് ടെസ്റ്റ് കൊടുക്കുക. ഇമേജിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ഇത്രയാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ഇമേജ് ആണ് കൊടുക്കാൻ പോകുന്നത്, സ്ക്വയർ ആണോ, റെക്റ്റാങ്കിൾ ആണോ, പോർട്രേറ്റ് ആണോ, അത് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യുക. ദെൻ ഈ ഇമേജസിന്റെ സൈസ് നോക്കുക, പിക്സൽ നോക്കുക. ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് പേജിൽ വരിക, അതിന് ആൾട്ട് ടെസ്റ്റ് കൊടുക്കുക, ഇമേജിന് റീനെയിം കൊടുക്കുക. ഇപ്പോൾ പ്രോഡക്റ്റ് പേജിനെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ പ്രോഡക്റ്റ് പേജ് മാത്രമല്ല, നമ്മൾക്ക് എന്തൊക്കെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ഐക്കൺസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഐക്കൺസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതല്ല. സോ ഇതിന്റെ പേര് കിടക്കുന്നത് കണ്ടോ, APC സംതിങ് ആണ്. സോ ഇത് മാറ്റി റീനെയിം കൊടുക്കുക, ഇതുപോലെ വരുന്ന സജഷൻ കൊടുക്കുക. സോ നമ്മളെ വെബ്സൈറ്റിൽ എവിടെയൊക്കെ എന്തൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഫയലിൽ അറിയാനായിട്ട് കഴിയും. അതായത് ഒരു ഐക്കൺ ഉണ്ടെങ്കിൽ കൂടി നമുക്കിതിൽ അറിയാം. സോ ഐക്കണോ, ഇപ്പോൾ ഇമേജസ് ബാനർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഇമേജ് ആയിക്കോട്ടെ, എന്ത് ഇമേജ് ആയാലും ആ ഇമേജിന് പ്രോപ്പർ ആയിട്ട് ഒരു നെയിം കൊടുക്കുക, ആൾട്ട് ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇമേജസിനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഇന്റേണൽ ലിങ്കിങ്. ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു ബ്ലോഗ് കാണിക്കാം. ഇപ്പോൾ ഞാനൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു.
നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു ബ്ലോഗ് ലിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ബെസ്റ്റ് ആണ്. നമ്മൾ ഇവിടെ ടീഷർട്ട് കമ്പനിയോ അല്ലെങ്കിൽ ടീഷർട്ടോ ഷർട്ട് വിൽക്കുന്ന ഒരു പാറ്റേൺ ഒരു സ്റ്റോറാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ ട്രെൻഡി ഷർട്ട് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. സോ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എൻ്റെ ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു ടൈപ്പ് കൊടുക്കുക. ഞാനിവിടെ ജനറേറ്റിൻ്റെ അവിടെ നമുക്കിപ്പോൾ ഇതിൽ തന്നെ ബിൽഡാണ്. അപ്പോൾ ബെസ്റ്റ് ടീ ഷർട്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം അടിച്ചു, ഒരു സെൻഡ് കൊടുത്താൽ അത് തന്നെ ഒരെണ്ണം ജനറേറ്റ് ചെയ്തു തരാം. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ടോപ്പിക്കോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റോ ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുത്താൽ അതനുസരിച്ചിട്ടുള്ള നല്ലൊരു ബ്ലോഗ് ഇത് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. സോ നമുക്കധികം മെനക്കേടില്ല. നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മറ്റൊരെണ്ണം മാറ്റാം. സോ നമുക്കധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് ട്രൈ ചെയ്യാം. ഇനി ഇന്റേണൽ ലിങ്കിങ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അതായത് ഞാനിപ്പോൾ ഒരു ബ്ലോഗ് വന്നു. ഇപ്പോൾ ഈ ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ ചിലത് കണ്ടു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഷി ടേപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉണ്ട്. സോ നമുക്ക് ചെയ്യേണ്ടത് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയർ ബലൂൺ ഇത് എൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ വരിക, ഇൻസേർട്ട് ലിങ്ക് കൊടുക്കുക, ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ പേജിൽ പോവുക, ആ ലിങ്ക് ഇവിടെ പ്രോപ്പറായിട്ട് കൊടുക്കുക. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറച്ചും കൂടെ ഒന്ന് ട്രസ്റ്റ് ആക്കാം. അതായത് വാങ്ങുന്ന ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന ഒരു ആള് ബ്ലോഗ് വായിക്കുവാണ്, അവർക്ക് വിൻറ്റേജ് സ്റ്റാമ്പ് എന്നൊന്ന് കണ്ടു, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങും. സോ ഇങ്ങനെ നമ്മൾ നമ്മുടെ കണ്ടന്റിൻ്റെ അകത്ത് മറ്റ് ലിങ്കുകളെ ആഡ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ഒരുപാട് SEO ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് ആണ്. ലിങ്ക് പ്രോഡക്റ്റുമായിട്ട് ചെയ്യുക, കളക്ഷൻ പേജിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ബ്ലോഗിൽ ആഡ് ചെയ്യുക. ഇനി ഒരു പ്രോഡക്റ്റ് പേജ് വരുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ അകത്തും ആഡ് ചെയ്യാം. അതായത് ഞാനൊരു പ്രോഡക്റ്റ് എടുത്തു, ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് എനിക്കുള്ളത്. ഇപ്പൊ എനിക്കിവിടെ എലന്തായി സ്റ്റുഡിയോ എന്നൊരു ബ്രാൻഡ് നെയിം ഉണ്ട്. ഈ ബ്രാൻഡ് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം, എൻ്റെ ബ്രാൻഡ് പേജ് കിടക്കുന്ന പേപ്പറിലോട്ട് ലിങ്ക് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ലിങ്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റേണൽ ലിങ്കിങ്. എന്ന് വെച്ച് നമ്മളൊരു പ്രോഡക്റ്റ് പേജിൽ ഒത്തിരി ലിങ്ക് അങ്ങ് ചറപ്പറ ആഡ് ചെയ്യരുത്. കാണുന്നവർക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതായത് നമ്മളൊരു മിനിമൽ ഒരു 2-3 ലിങ്ക് ഒരു പ്രോഡക്റ്റ് പേജിൽ ആഡ് ചെയ്യുക, ഒരു ബ്ലോഗിൽ ആഡ് ചെയ്യുക. സോ ഇതാണ് ശരിക്കും പറഞ്ഞ ഇന്റേണൽ ലിങ്കിങ്. ഇനി മറ്റൊന്ന് നോക്കിയാൽ നമ്മളൊരു സ്റ്റോറി വരുവാണ്, ഞങ്ങളുടെ സ്റ്റോറിൽ കാണുവാണ്, ഞാനൊരു സാമ്പിൾ കാണിക്കുവാണ്. അപ്പോൾ ഈ സ്റ്റോറിൽ വരുമ്പോൾ നമ്മൾ പല കാറ്റഗറി ഉണ്ട്. ഫീച്ചേർഡ് പിക്സ് എന്നൊരു കാറ്റഗറി ഉണ്ട്, ഫീച്ചേർഡ് കളക്ഷൻ ഉണ്ട്. കളക്ഷൻ്റെ അകത്ത് 3 ഓപ്ഷൻ വരുന്നുണ്ട്, ടേപ്പ് കളക്ഷൻ, സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലോട്ട് പോകും. സോ ഇതും ഇന്റേണൽ ലിങ്കിങ് ആണ്. അതായത് നമ്മുടെ ഹോം പേജിൽ നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറേ പ്രോഡക്റ്റുകൾ മാത്രം ലിസ്റ്റ് ചെയ്യാതിരിക്കുക, കളക്ഷൻസ് ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഒരു കളക്ഷൻ ആണ് ശരിക്കും ഫീച്ചേർഡ് പിക്സ്. സോ അതുപോലെ തന്നെ കളക്ഷൻസ് ലിസ്റ്റ് ചെയ്യുക കുറച്ചും കൂടി. ഇപ്പോൾ നമുക്കൊരു 10 പ്രോഡക്റ്റേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഈ 10 പ്രോഡക്റ്റും ഈ ഹോം പേജിൽ തന്നെ റാൻഡം ആയിട്ട് അങ്ങ് ലിസ്റ്റ് ചെയ്ത് പോയാൽ അത് ഗൂഗിൾ വിചാരിക്കും ഓക്കെ നമ്മുടെ വെബ്സൈറ്റിന് പ്രോപ്പറായിട്ട് ഒരു ഹയറാർക്കി ഇല്ല, ഇതിൻ്റെ ലിങ്ക് ബിൽഡിംഗ് പ്രോപ്പർ അല്ല. സോ നമ്മുടെ SEO അത് പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. സോ നമുക്കുള്ള കാറ്റഗറി അത് പല രീതിക്ക് നമ്മൾ കുറച്ചും കൂടെ വിഷ്വലി കാണുന്നവർക്ക് ആൾക്കാർക്ക് കുറച്ച് അട്രാക്റ്റ് ആവുന്ന രീതിക്ക് അത് ചെയ്തെടുക്കുക. ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ഫ്രീ വെർഷനിലാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീയിലും ചെയ്യാം. സോ ഇതിലൊന്നും പെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല. സോ ഈ ബ്ലോഗ് കണ്ടോ, ഈ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകും. ഈ വിൻറ്റേജ് ലിങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ടോപ്പിക്സ് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്ലോഗ് ലിങ്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇന്റേണൽ ലിങ്കിങ്ങിൽ വരുന്നത്. ഇനി കളക്ഷൻ പേജ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോഡക്റ്റുകൾക്കെല്ലാം ഒരു കളക്ഷൻസ് പേജ് വേണമെന്ന്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് തന്നെ എടുക്കാം. ഈ ഒരു വെബ്സൈറ്റ് cartview.in, ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് കണ്ടു. അപ്പോൾ ഈ വെബ്സൈറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒറ്റ പേര് വരുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അതേസമയം ഞാൻ ഷോപ്പിഫൈഡ് തന്നെ മറ്റൊരു വെബ്സൈറ്റ് കാണിച്ചു തരാം, ക്രിയ വിത്ത് ഗാബി. ഇതൊരു സ്റ്റേഷനറി വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത ഒരാൾ കണ്ടത് കണ്ടോ, അതൊരു പേര് കണ്ടു, പല കാറ്റഗറി ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഈ കാറ്റഗറി ലിസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് കളക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അതായത് ജേർണലിംഗ് സപ്ലൈസ് ഒരു കളക്ഷൻ ഇവർക്കുണ്ട്, അതുകൊണ്ടാണ് അത് ലിസ്റ്റ് ചെയ്യുന്നത്. അത് H1 ടൈറ്റിലുമാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സോ നമുക്ക് പ്രോപ്പറായിട്ട് കളക്ഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഞാൻ നോക്കുമ്പോൾ അത് കളക്ഷൻസ് ഇല്ല. നമുക്ക് ഓൾ പ്രോഡക്ട്സ് ഉണ്ട്, ബെസ്റ്റ് സെല്ലർ ഉണ്ട്, അറൈവൽ ഉണ്ട്, 2 ഹോം. സോ അത് തന്നെ തെറ്റാണ്. ഞാൻ താഴെ വരുമ്പോൾ ഈ വെബ്സൈറ്റിൽ ആകെ ഒരു പ്രോഡക്റ്റാണ് ഉള്ളത്. ആ പ്രോഡക്റ്റ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, മറ്റൊന്നും തന്നെ ഇല്ല. സോ നമ്മുടെ ലോങ് ടൈം നമുക്ക് കസ്റ്റമറിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ചെയ്യാം. ഇപ്പോൾ റിസൾട്ട് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റിൻ്റെ തന്നെ ഒരു സമ്മറി ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കും. അതുപോലെ നമ്മുടെ പ്രൊഫൈല് കാണിക്കും. ഈ ടോപ്പിക്ക് വരുന്നത് ശരിക്കും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് SEOയിലാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്ക്, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മളെ വെബ്സൈറ്റ്. അതായത് മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ വെബ്സൈറ്റ് വന്നു, ഞാൻ എൻ്റെ മൊബൈൽ വ്യൂ എടുത്തു. മൊബൈൽ വ്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്, അതായത് നമുക്കത് പ്രോഡക്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഓരോ കളക്ഷൻസും കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഇമേജ് ഇടുന്ന ടൈമിൽ അത് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് മൊബൈൽ ആൾക്കാർ കാണുന്ന ടൈമിൽ നമുക്കതിൻ്റെ ഉള്ളി നമ്മൾ ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കാണുന്ന ആൾക്കാരെ മാത്രം ആശ്രയിച്ചായിരിക്കൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിലെ ഇമേജസ് ഇടുമ്പോഴും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മൊബൈലിൽ നോക്കുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്യുന്നതോ മറ്റോ മൊബൈലിലാകാം. സോ നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുക. ഇമേജസ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ബെസ്റ്റ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ്, അതായത് നമ്മളെ ഹെഡിങ്, ചെറിയ ഹെഡിങ്സിനെല്ലാം വരുന്നത് ഒരു 16 px. അതുപോലെ തന്നെ സബ് ഹെഡിങ്സ്, അതായത് ചെറിയ ടൈറ്റിലോ കാര്യങ്ങളോ ഒക്കെ വരുന്നത് ഒരു 14. സോ 16, 14 നമ്മളൊരു 12 ഒക്കെ ആക്കിയാൽ നമ്മൾ മൊബൈലിൽ നോക്കുന്ന ഒരാൾക്ക് അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്താൽ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ 1-2 മൊബൈലിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുക. അതായത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു വൈഡ് മൊബൈലിൽ കുറച്ചും കൂടി വൈഡായിട്ട്, അതായത് ഒരു ഇമേജ് കാണും, കുറച്ചധികം കണ്ടന്റ് കാണും. എന്നാൽ പഴയ ഒരു മൊബൈൽ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു 3:4 റേഷ്യോയിലായിരിക്കും നമ്മുടെ മൊബൈൽ സ്ക്രീൻ വരുന്നത്. ആ സമയത്ത് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരിക്കും. സോ എല്ലാ ആൾക്കാരെയും കണക്കിന് നമ്മളൊരു ന്യൂട്രൽ വാല്യൂ ഇടുക. അതുപോലെ തന്നെ ഐഫോണിൽ വരുമ്പോൾ സ്ക്രീൻ കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. സോ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ കുറച്ചും കൂടെ കർവ് സ്ക്രീൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നാരോ ആയിരിക്കാം. സോ ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടൈറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ കഴിയുക. ഒരു 14 px താഴെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു ഹെഡിങ്ങോ ടൈറ്റിലോ ഇടുമ്പോൾ. അതുപോലെ തന്നെ ലൈൻ ഹൈറ്റ്, അതായത് ഈ 2 ഇപ്പോൾ കഫേൻ അതുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഉണ്ട്. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഗ്യാപ്പ്, ലൈൻ ഹൈറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു 1.5 ഇടുക. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ ഒരുപാട് കൺജസ്റ്റഡ് ആയി പോകും. മൊബൈലിൽ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ് ഇത് വായിച്ച് എടുക്കാനായിട്ട്. സോ എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മൾ മൊബൈലിൽ നോക്കുക ഓരോ പ്രോഡക്റ്റ് പേജ് എങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പേജിൽ വന്നാൽ ആ പ്രോഡക്റ്റ് പേജ് നമുക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ലോഗോ കാര്യങ്ങളും ഒക്കെ വരുന്നത് എങ്ങനെയാണ്. സോ ഇത്രയാണ് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മൊബൈൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഫോണ്ട് കളർ, നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഫോണ്ട് കൊടുക്കുക. ഒത്തിരി ബ്രൈറ്റ് റെഡ്, ബ്രൈറ്റ് ഗ്രീൻ, ഈ കളറൊക്കെ കൊടുത്താൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഗൂഗിൾ SEO സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ഇംപ്രഷൻ ആണ്, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിക്റ്റേറ്റ് ആവില്ല. ഇനി മറ്റൊന്ന്, നമുക്ക് പേജ് സ്പീഡ് ഇൻഡെക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അടുത്ത ടോപ്പിക്കാണ്, നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും മാക്സിമം സ്പീഡിൽ ലോഡ് ആവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കസ്റ്റമർ നമുക്കതിന് റിട്ടേൺ ചെയ്യാനായിട്ട് കഴിയൂ. അതായത് എപ്പോഴും പറയുന്ന ബെസ്റ്റ്, നമ്മളൊരു പ്രോഡക്റ്റ് പേജ് ഒരു 2 സെക്കൻഡ് കൊണ്ട് ലോഡായി വരിക, അതാണ് എപ്പോഴും ബെസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പേജ് സ്പീഡ് സ്ലോ ആവുന്നതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഇമേജ്
ചിലപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് നമ്മൾ പറഞ്ഞ ആ ഒരു KB ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 5 MB ഉള്ള ഒരു ഇമേജ് ആവാം. സോ അത് ലോഡായി വരാനുള്ള ടൈം. അതുപോലെ തന്നെ ഒരുപാട് അനിമേഷൻസ് കൊടുത്ത് നമ്മുടെ വെബ്സൈറ്റ് അങ്ങ് ഭയങ്കര കൺജസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. അതായത് ചില വെബ്സൈറ്റുകൾ കണ്ടാൽ മനസ്സിലാവും ഒത്തിരി ഓവർ ക്രൗഡായിട്ട് നമ്മൾ അനിമേഷൻസ് കൊടുക്കും. അത് ഒഴിവാക്കുക. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള അനിമേഷൻസ് മാത്രം കൊടുക്കുക. ഈ പേജ് സ്പീഡ് ഇൻസൈറ്റ് ഇതിൽ വന്ന് നമുക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ വെബ്സൈറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡ് ഉണ്ടോ എന്ന്. ഇത് പല ടൈമിൽ പല വേരിയേഷനും കാര്യങ്ങളും സംഭവിക്കാം. എന്നാലും നമുക്ക് നോക്കാം ഇതിൽ എത്രയാണ് അതിൻ്റെ സ്പീഡ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു ഹോം പേജോ മറ്റോ സ്പീഡ് ഉണ്ടോ ഇല്ലയോ, SEO എത്ര പാർട്ട് നമ്മൾ ചെയ്തു എന്ന് വെബ്സൈറ്റ് അറിയാം. ഇതെപ്പോഴും റിയൽ ടൈമിനെ ബന്ധപ്പെട്ടാണ് വരുന്നത്. സോ ഞാനിപ്പോൾ നോക്കുന്ന സമയത്തുള്ള സ്പീഡ് ആയിരിക്കില്ല ചിലപ്പോൾ രാത്രി നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. മാറി ഒക്കെ നിൽക്കാം, പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും നമ്മുടെ റിസൾട്ട്. സോ ഇതാണ് പേജ് സ്പീഡ് ഇൻസൈറ്റ്. നമുക്ക് എൻ്റെ റിസൾട്ട് നോക്കാം എത്രയാണ് ഇതിൽ വരുന്നതെന്ന്. ഇച്ചിരി ടൈം പിടിക്കും, കുറച്ച് ലോഡിംഗ് ആണ് ഇത് വരാനായിട്ട്. ഇപ്പോൾ ഇതിൽ പെർഫോമൻസ് 96 ഉണ്ട്, SEO 92 ഉണ്ട്. സോ കുറച്ചും കാര്യം കൂടെ ചെയ്താൽ നമുക്ക് SEO ഫുൾ കംപ്ലീറ്റ് അല്ല, വെബ്സൈറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് SEO 92 അക്സസിബിലിറ്റി 89 ആയിരിക്കുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് എപ്പോഴും ഒരു 70-80 മുകളിലായിരിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമാണ് ലോഡിങ്. നമുക്കിതിൽ വായിച്ചാൽ അറിയാം നമുക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുന്നത്. നമ്മൾ ഇമേജസിലാണോ, ഇമേജസ് ലോഡിങ് സ്പീഡാണോ, എന്തൊക്കെയാണ് എന്ന് ഇത് പ്രോപ്പറായിട്ട് അറിയാൻ കഴിയും. സോ നിങ്ങൾ പേജ് സ്പീഡ് ഇൻസൈറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ SEO എത്ര പാർട്ട് അതിൽ ചെയ്തിട്ടുണ്ട്, SEO കംപ്ലീറ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഈ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, നമുക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മുടെ ഇതിലോട്ട് വന്നു, അതായത് നമ്മൾ ഹൊറിസോൺ തീമിൻ്റെ എഡിറ്ററിലോട്ട് വന്നു. ഇപ്പോൾ എഡിറ്റ് തീം കൊടുക്കുകയാണ്. ഞാനൊരു കുറേ പ്രോഡക്റ്റ് പേജിൻ്റെ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി പല സമയങ്ങളിലായിട്ട്. അതായത് ഞാൻ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പുതിയ ഒരെണ്ണം ഉണ്ടാക്കി സാമ്പിളായിട്ട് ഞാനൊരു സാമ്പിൾ ഇടുവാണ്. ഇങ്ങനൊരു അക്ഷരം കൊടുത്തു, ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുത്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ടെംപ്ലേറ്റ് ആവശ്യമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനെ ഡിസ്റ്റർബ് ഒന്നും ആവുന്നില്ല, കാരണം നമ്മൾ ആ ടെംപ്ലേറ്റിൽ ഇമേജസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നത്തിങ് അതിലൊന്നും ഇല്ലതാനും. സോ അതങ്ങനെ ഇട്ടിക്കല്ലേ, കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കളക്ഷൻസോ. അപ്പോൾ നമുക്കൊരു കളക്ഷനിൽ തന്നെ ഞാനൊരു കളക്ഷൻ, ഒരു ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുത്തു, ഒരു ജസ്റ്റ് Y എന്ന് കൊടുത്തു. ഞാനത് നോക്കി, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല. സോ ടെക്നിക്കലി നമ്മളെ പ്രോഡക്റ്റിൻ്റെ അകത്ത് ആ ഒരു ടെംപ്ലേറ്റ് ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ കളക്ഷൻസിൻ്റെ അകത്ത് ആ ഒരു ടെംപ്ലേറ്റ് ലിസ്റ്റഡ് ആണ്. സോ ഇങ്ങനെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മളെ കോഡിൻ്റെ അകത്ത് ഇട്ടേക്കരുത്. ഇപ്പോൾ ഞാനത് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തീം എഡിറ്ററിൽ വന്നു, ഒരു 3 ഡോട്ടിൽ വരുവാണ്, എഡിറ്റ് കോഡ്. എഡിറ്റ് കോഡിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സൈഡ് വരുന്നത് അതിൻ്റെ അകത്ത് അവസാനമായിട്ട് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റിൻ്റെ അകത്ത് വായിച്ച് നോക്കുമ്പോൾ കളക്ഷൻസിൻ്റെ അകത്താണ് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, കളക്ഷൻ Y. അപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ് കംപ്ലീറ്റ്ലി. ഞാനിത് ഡിലീറ്റ് പെർമനൻ്റ്ലി കൊടുക്കുവാണ്. ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഞാൻ പ്രോഡക്റ്റ് പേജിൽ വരുവാണ്. പ്രോഡക്റ്റ് പേജിൽ വരുമ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പേജ് കൊടുത്തത് ആവശ്യമില്ലാതെയാണ്. സോ ഞാൻ അതും ഡിലീറ്റ് കൊടുക്കും. സോ ഇനി ഇത്രയേ ഉള്ളൂ. സോ ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളെ കോഡിൽ ആവശ്യമില്ലാത്ത പേജുകൾ ഒത്തിരി ക്രിയേറ്റ് ചെയ്തിടാതിരിക്കുക. അതായത് നമുക്ക് ആ ഒരു പേജിൽ പ്രോപ്പറായിട്ട് ടൈറ്റിൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ H1 ടൈറ്റിൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള പേജസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഷോപ്പിഫൈയുടെ ബേസിക് SEO ടോപ്പിക്സിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ അടിസ്ഥാനമായിട്ട് നമ്മളിപ്പോൾ SEO ടെക്നിക്കൽ SEO ചെയ്താലും GEO അടുത്തായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് AI കണക്കിന് ചെയ്താലും നമുക്ക് ബേസിക് SEO നമ്മുടെ വെബ്സൈറ്റിൽ മസ്റ്റാണ്. ബേസിക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഓരോ ലെവലിലോട്ട് മാറാനായിട്ട് കഴിയൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ എല്ലാം ബേസിക് SEO ചെയ്തിട്ട് വേണം ഇനി അടുത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്സിലോട്ട് മൂവ് ചെയ്യാൻ, അതായത് ടെക്നിക്കൽ SEO ടോപ്പിക്കിലോട്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.
നമ്മുടെ സ്റ്റോറിൽ ബേസിക് SEO കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അടുത്തിനി ടെക്നിക്കൽ SEOയിലോട്ട് മൂവ് ആവാണ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ SEO ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഇതുവരെയുള്ള ബേസിക് SEO, അതായത് ഇമേജ് ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ടെക്നിക്കൽ SEO നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യാൻ. എങ്കിലും മാത്രമേ അതിൽ നല്ലൊരു ഗുഡ് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ SEOയിൽ ആദ്യം വരുന്നത് സ്ട്രക്ചേർഡ് ഡേറ്റ, അതായത് സ്കീമ മാർക്കപ്പ് എന്ന് പറയും. അപ്പോൾ എന്താ ഈ സ്കീമ മാർക്കപ്പ്? അതായത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോഡിൻ്റെ അകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് ഇതാണ്, അതിൻ്റെ ഐക്കണിൻ്റെ ലിങ്ക് ഇതാണ്, ഓർഗനൈസേഷൻ്റെ ലിങ്ക് ഇതാണ്, അതുപോലെ തന്നെ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ പ്രൊഫൈൽസ്, അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ID, ഇതെല്ലാം നമ്മളെ കോഡിൻ്റെ അകത്ത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്കീമ. അത് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഗൂഗിളിന് വളരെ വേഗം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ് ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ളത്, അതായത് പേര് ഇതാണ്, എംപ്ലോയീസ് ഇത്രയാണ്, നമ്മളെ കോൺടാക്ട് നമ്പർ എത്രയാണ്, കോൺടാക്ട് ഇമെയിൽ ഇതാണ് എന്നുള്ള ഡേറ്റാസ് വളരെ വേഗം കിട്ടുവാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്കീമ. അപ്പോൾ ഓർഗനൈസേഷൻ സ്കീമ ഉണ്ട്, അതായത് ഓർഗനൈസേഷൻ്റെ ഡേറ്റ എല്ലാം നമ്മൾ കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സ്കീമ ഉണ്ട്. എല്ലാ പ്രോഡക്റ്റിൻ്റെ അകത്തും നമ്മൾ പ്രോഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ നെയിം ഇതൊക്കെ ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ. ഇനി FAQ സ്കീമയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് 3 സ്കീമ ആണ് നമ്മൾ ടെക്നിക്കൽ SEOയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നോക്കിക്കേ, ഇതിൽ നമ്മൾ ഈ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതായത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്, സമ്മറൈസ്ഡ് ഫ്രം ദ വെബ്സൈറ്റ്. അതുപോലെ തന്നെ പ്രൊഫൈൽസും കൊടുക്കുന്നുണ്ട്, പിൻട്രസ്റ്റും ഇൻസ്റ്റാഗ്രാമും, അതുപോലെ ഇമേജസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെയൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വരാനും നമുക്ക് സ്കീമ കുറെ കൂടെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഒരു ചാറ്റ് ബോക്സ്, അതായത് നമ്മൾ ചാറ്റ് GPTയോ ജെമിനിയോ, അപ്പോൾ ഇതിലൊക്കെ ഡേറ്റ നമ്മുടെ വെബ്സൈറ്റ് എന്താണ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡേറ്റ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വളരെ വേഗം ഡേറ്റ കിട്ടുവാനും നല്ല സെർച്ച് റിസൾട്ട് ഉണ്ടാകാനുമായിട്ടാണ് സ്കീമ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓർഗനൈസേഷൻ സ്കീമ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ലിങ്ക് കാണിക്കാം. ഇതാണ് ഓർഗനൈസേഷൻ സ്കീമയിൽ ഒരു കോഡ്. ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഇതിൽ ഉള്ള ഓപ്ഷൻസ്, അതായത് ഇവിടെ ഒരു പേരുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര്. അതുപോലെ തന്നെ രണ്ടാമത്തത് URL ഉണ്ട്. ഇനി ലോഗോയുണ്ട്, ലോഗോയുടെ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്തായിട്ട് ഒരു ഫൗണ്ടിങ് ഡേറ്റ് ഉണ്ട്. ഇനി ആരാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ആരാണോ ആ ഒരു പേഴ്സൻ്റെ പേരുണ്ട്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, ഇനി ഇമെയിൽ ഏതാണ്, നമ്മുടെ ഒരു GST നമ്പർ ഏതാണോ അത്, GST ഉണ്ടെങ്കിൽ GST നമ്പർ കൊടുക്കുക, ഇനി ഫോൺ നമ്പർ, ഇനി ഇന്ത്യയിലാണോ അപ്പോൾ ഇന്ത്യ കൊടുത്തു, ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പിൻട്രസ്റ്റ്, യൂട്യൂബ്, അതുപോലെ തന്നെ അഡ്രസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഡിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മളിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കോഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര്, അതായത് യുവർ ഓർഗനൈസേഷൻ നെയിം, അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ്റെ അതേ ഒരു മോഡലിൽ, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് ഇപ്പോൾ പ്യൂമയോ അഡിദാസോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്ന് വയ്ക്കുക. എങ്കിൽ നമ്മൾ ഫുൾ ക്യാപ്സ് ലോക്കിലാണോ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഫുൾ ക്യാപ്സ് ലോക്കിൽ കൊടുക്കുക. അല്ല ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപ്സ് ലോക്കും ബാക്കി സ്മാൾ ലെറ്ററും ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുക. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു URL, അതായത് ഷോപ്പിഫൈ എന്നുള്ള URL അല്ല, കറക്റ്റായിട്ട് ഇപ്പോൾ .com അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു എക്സാക്റ്റ് URL കൊടുക്കുക. ഇനി ലോഗോയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. ഈ ലോഗോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഈ വെബ്സൈറ്റിൽ ഞാൻ വന്നു, ലോഗോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് അഡ്രസ്സ് കൊടുക്കുവാണ്. നമുക്ക് ഈ ഒരു ഇമേജ് നമ്മളൊരു ലിങ്ക് മറ്റൊരു പേജിൽ ഓപ്പൺ ആക്കിയ ആ ഒരു ലോഗോ മാത്രമേ വരൂ. അതായത് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ
എക്സാക്റ്റ് ലോഗോ വർക്ക് ആവണം. അപ്പോൾ ഞാൻ ഇത് മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ആ ലോഗോ ഒരു അഡ്രസ്സ് കൊടുക്കും. സോ നമുക്ക് എക്സാക്റ്റ് വേണ്ടത് അതേ ഒരു പാറ്റേണിലാണ്. അതായത് ജസ്റ്റ് നമുക്ക് മറ്റും ഡൗൺലോഡ് ചെയ്ത ലിങ്കോ മറ്റൊന്നും എനിക്ക് ലിങ്ക് എടുക്കരുത്. വെബ്സൈറ്റിൽ എവിടെയാണ് ലിങ്ക് ഉള്ളത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഇമേജ് അഡ്രസ്സ് കൊടുക്കുക. ഇനി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇത് ഒരു 60 ക്യാരക്ടറിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മൾ ChatGPT തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാം. ഒരു ഡിസ്ക്രിപ്ഷൻ ഓർഗനൈസേഷൻ സ്കീമയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് ഒരു 60 ക്യാരക്ടറിൻ്റെ അകത്ത് വേണം, അങ്ങനെ കൊടുക്കുക. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. ഒരു 1 ലൈൻ ഡിസ്ക്രിപ്ഷൻ ആണ് എപ്പോഴും ഓർഗനൈസേഷൻ സ്കീമയിൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഫൗണ്ടിങ് ഡേറ്റ് എന്നാണോ ആരംഭിച്ചത്, നിങ്ങൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാണോ ആ ഒരു ഡേറ്റ് ഇതേ ഒരു ഫോർമാറ്റിൽ കൊടുക്കുക. അതായത് 2026 മാറ്റിയിട്ട് നിങ്ങളുടെ 2025 ആണെങ്കിൽ ആ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഇയർ ഡേറ്റ് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫൗണ്ടർ ആരാണോ ആ ഒരു പേര് ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ പേര് എന്താണോ ആ ഒരു പേര്. ഇനി എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് എന്ന്, ഇപ്പം ഞാനിവിടെ 2 ആണ് കൊടുത്തത് എങ്കിൽ 2 കൊടുക്കുക, ഇല്ലെങ്കിൽ 10 ആണെങ്കിൽ 10, അങ്ങനെ ഒരു അത് കൊടുക്കുക. ഇനി നിങ്ങളുടെ GST നമ്പർ ഇവിടെ കൊടുക്കുക. ഇതിന് യുവർ വാറ്റ് നമ്പർ ഉള്ളത് റീപ്ലേസ് ചെയ്തിട്ട് GST നമ്പർ കൊടുക്കുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് GST നമ്പർ ഇല്ലെങ്കിൽ ഈ ഒരു ലൈൻ എൻ്റയർലി കളയുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളഞ്ഞാൽ മതിയാവും. ഇൻ കേസ് ഏതെങ്കിലും ഇല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോഡ് കൊടുക്കുക, GST നമ്പർ കൊടുക്കുക. ഇനി ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൺട്രി കോഡ്, അതായത് +91 കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്പർ മാത്രം, കൺട്രി കോഡ് ഇല്ലാതെ അത് കൊടുക്കരുത്. ഇനി ഇന്ത്യയാണ്. ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുക്കുക. നമ്മളിപ്പോൾ പിൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പിൻട്രസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഇതേപോലെ തന്നെ ഡബിൾ കോട്ട്സ്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ID കൊടുക്കുക. ഇനി ഇതിൻ്റെ അഡ്രസ്സ് ഇത് എവിടെയാണോ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ ആണെങ്കിൽ കൂടി ഒരു അഡ്രസ്സ് കൊടുക്കുക രജിസ്റ്റേർഡ്. ഈ ഒരു അഡ്രസ്സ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന കോഡ്. അപ്പോൾ നമുക്ക് ഈ കോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കംപ്ലീറ്റഡ് കോഡാണ്, ഞാനിത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ChatGPT പോവുക, ചെക്ക് ദ സ്കീമ, നോട്ട് എന്ന് കൊടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും, നിങ്ങളുടെ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഇപ്പോൾ എപ്പോഴും കുറച്ച് സജഷൻ കാണിക്കും, പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റഡ് ആണെങ്കിൽ, അതായത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി 2 വെബ്സൈറ്റ് നമ്മൾ ഇതിലിപ്പോൾ കറക്റ്റ് ഉണ്ട്. നമുക്കൊരു ഫൈനൽ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്, ഫൈനൽ ഓർഗനൈസേഷൻ സ്കീമ റെക്കമെൻഡഡ് വെർഷൻ. സോ നമ്മളിത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നില്ല, നമുക്കൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യണ്ട. പക്ഷേ ഇപ്പം ചെറിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് കോപ്പി ചെയ്യാം. ഇനി 2 വെബ്സൈറ്റ്, നമ്മൾ സ്കീമ സെർച്ച് ചെയ്യുന്ന 2 വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് സ്കീമ ചെക്ക് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് validator.schema.org. ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് കോഡ് സ്നിപ്പറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വരിക, ഇവിടെ വന്ന് നമ്മുടെ കോഡ് പേസ്റ്റ് ചെയ്ത് നോക്കുക, റൺ ടെസ്റ്റ്. ഓക്കെ, കോഡ് സ്നിപ്പറ്റ് വരിക, പേസ്റ്റ് കൊടുക്കുക, റൺ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വന്നു. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് വന്നു, ID വന്നു. ഇവിടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ കറക്റ്റ് ഇരിക്കുന്ന ഡേറ്റാസ് എല്ലാം കറക്റ്റ് തന്നെയാണോ, എല്ലാം ഓക്കെ ആണ് എന്ന് നോക്കുക. ഇനി നമുക്ക് വേണ്ട 2 വെബ്സൈറ്റ് ആണ് search.google.com എന്നൊരു ടെസ്റ്റ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഇന്ന് URL സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. നമ്മൾ യൂഷ്വലി ഒരു 3 to 4 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാലൊക്കെ ആ ഒരു URL കിട്ടത്തുള്ളൂ ആഡ് ചെയ്തതിനു ശേഷം. ഇപ്പം നിലവിൽ നമുക്ക് കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ചെക്ക് ചെയ്താൽ മതിയാവും, എന്നാലും നമുക്ക് 2ലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആ കോഡ് കോപ്പി ചെയ്യുകയാണ്. ടെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു വാലിഡ് ഐറ്റം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് അതിൽ വരുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ URL ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഡേറ്റാസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. സോ നമ്മുടെ കോഡിന് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല.
അപ്പോൾ ഇനി കോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ആ ഷോപ്പിഫൈയുടെ തീം എഡിറ്ററിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കോഡ്. കോഡ് എഡിറ്ററിലോട്ട് വരുവാണ്. ഈ കോഡ് എഡിറ്ററിൻ്റെ അകത്തായിട്ട് ലേഔട്ടിൻ്റെ അകത്ത് തീം ഡോട്ട് ലിക്വിഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വരിക. ഇനി നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ ഹെഡ്. ഇതിലെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ തീം എഡിറ്ററിൽ വരുമ്പോൾ അതായത് ഈ ഒരു ഹെഡ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഈ ഒരു ഹെഡ് നമ്മൾ കൺട്രോൾ F അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക എവിടെയാണ് വരുന്നതെന്ന്. അതായത് ബ്രാക്കറ്റ് 2 ബ്രാക്കറ്റ് വരുന്നു, ഒരു ചെറിയ ഹൈഫൺ വരുന്നുണ്ട്, ഹെഡ്. ഈ ഹൈഫൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു എൻ്റർ അടിക്കുക. ഇവിടെയാണ് നമ്മുടെ കോഡ് പേസ്റ്റ് ചെയ്യേണ്ടത്. വിട്ടുപോകരുത്, ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തത് ശരിക്കും ആ ഒരു ഹെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഇനി ഞാൻ സേവ് കൊടുക്കുവാണ്. സേവ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ലോഡ് ആവും, ഇവിടെ ഒറിജിനൽ ഒക്കെ ഒന്ന് റീപ്ലേസ് ആവും. സേവായി. സോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈവിലുള്ള വെബ്സൈറ്റുകൾ മാത്രമേ നമുക്കത് സ്കീമ വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്യാൻ കഴിയൂ. സോ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. സോ ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുവാണ്. സ്കീമ നമ്മുടെ വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് ആഡ് ആയോ എന്നറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ search.google.com ആ വെബ്സൈറ്റിൽ വരിക. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതായത് ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എടുക്കുവാണ്, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു, സെർച്ച് കൊടുക്കുവാണ്. ഈ search.google.com യൂഷ്വലി നമുക്കൊരു 48 മണിക്കൂറോ മറ്റോ കഴിഞ്ഞാൽ മാത്രമേ ഈ ലിസ്റ്റ് ആവത്തുള്ളൂ പ്രോപ്പറായിട്ട്. സോ ഇതിൽ എങ്ങനെ ലിസ്റ്റ് ആകുന്നതെന്ന് കാണിച്ചു തരാം. ഓർഗനൈസേഷൻ ഇത് കുറച്ച് ടൈം പിടിക്കും. ഇതൊരു ഗ്രാജുവലിയാണ് ഇത് ലോഡായി വരുന്നത്. ഓക്കെ, ഇത് ആയിട്ടുണ്ട്. ഒന്ന് വാലിഡ് ഐറ്റം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കും. സോ നമ്മുടെ പേരുണ്ട്, ID ഉണ്ട്, ലോഗോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്ത ഉടനെ നമുക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൽ ലിസ്റ്റ് ആവത്തില്ല. ആ സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വരാം. അതായത് schema.validator.schema.org. സ്കീമ ഇതിൻ്റെ അകത്ത് ഇവിടെ URL സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഇവിടെ റൺ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. യൂഷ്വലി ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്താൽ ഉടനെ ആദ്യം കാണിക്കുന്നത് ഈ വെബ്സൈറ്റിലാകും, validator.schema. ഇവിടെ ഇതിൽ അറിയാൻ കഴിയുന്നുണ്ട് ഓർഗനൈസേഷൻ ആഡ് ആയിട്ടുണ്ട്, എറർ ഒന്നുമില്ല. ഞാനത് സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓർഗനൈസേഷൻ സ്കീമ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് പ്രോഡക്റ്റ് സ്കീമ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഓർഗനൈസേഷൻ സ്കീമ കഴിഞ്ഞു. അതായത് നമ്മൾ ഓർഗനൈസേഷൻ നമ്മുടെ ഹോം പേജിൽ ആഡ് ചെയ്തു, നമ്മളെ കോഡിൽ എല്ലാം മൊത്തത്തിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രോഡക്റ്റ് സ്കീമ. ഷോപ്പിഫൈ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റ് സ്കീമ ഡിഫാൾട്ടായിട്ട് നമ്മളെ ഷോപ്പിഫൈയിൽ ഉണ്ട്, നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ അത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബേസിക് SEO പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രോപ്പറായിട്ടൊരു H1 ടൈറ്റിൽ വേണം. അതുപോലെ പ്രോഡക്റ്റിന് ഈ പ്രോഡക്റ്റ് പേജ് വരുമ്പോൾ ഒരു H1 ടൈറ്റിൽ വേണം, ബ്രാൻഡിൻ്റെ നെയിം വേണം. സോ ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കീമ വർക്കാവും നോക്കാം. ഞാൻ അതിൻ്റെ സാമ്പിളായിട്ട് ഒരെണ്ണം കോപ്പി ചെയ്തു. ഞാൻ ഈ സ്കീമ ചെക്കറിൽ ആ ലിങ്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ്. പ്രോഡക്റ്റ് പേജ് റൺ ടെസ്റ്റ് കൊടുക്കുവാണ്. ഇതിൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കാര്യം, അതായത് പ്രോഡക്റ്റിന് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, പ്രോഡക്റ്റ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ, നെയിം, അതിൻ്റെ ബ്രാൻഡ് നെയിം, ഇതെല്ലാം ലിസ്റ്റ് ആവുന്നുണ്ട്. സോ പ്രോഡക്റ്റ് സ്കീമ ഇതിൽ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ആ ഒരു പേജിൽ തന്നെ ഓർഗനൈസേഷൻ സ്കീമയും ആഡ് ആയിട്ടുണ്ട്. അതായത് ഓർഗനൈസേഷൻ സ്കീമ നമ്മൾ കുറച്ച് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി search.google ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതിൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ഞാൻ ഇതിലൊന്ന് നോക്കുവാണ്.
അപ്പോൾ ശരിക്കും നമ്മൾ പ്രോഡക്റ്റ് സ്കീമ ഷോപ്പിഫൈയിൽ ആഡ് ചെയ്യണമെന്നില്ല, ബട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ ബ്രാൻഡിൻ്റെ പേരോ അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് കാറ്റഗറിയോ H1 ടൈറ്റിലോ ഒന്നും അപ്ലോഡ് അല്ല, പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കാണിക്കത്തില്ല. സോ ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് സ്നിപ്പറ്റ് ഉണ്ട്, ഓർഗനൈസേഷനും ഉണ്ട്. സോ ഇതിലെല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് സ്കീമയും നമ്മൾ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ചെക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് സ്കീമ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് പല കളക്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ പല കാറ്റഗറി പല കളക്ഷൻസ് കാണുന്നുണ്ട്. ബട്ട് നമ്മൾ ഒരേ പേര് തന്നെ പല കളക്ഷൻസിൻ്റെ അകത്ത് ഇടാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇതിലൊരു ആക്സസറീസ് എന്ന് ഒരു കളക്ഷൻ ഉണ്ട്. ഈ കളക്ഷൻ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാതിരിക്കുക, ടേപ്പിലിടാതിരിക്കുക, സ്റ്റിക്കേഴ്സിലിടാതിരിക്കുക. അതായത് നമുക്ക് ഒരേ പേരിലുള്ള ഒന്നിലധികം കളക്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ഗൂഗിൾ നമ്മൾ SEO അനലൈസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സെക്ഷനായിട്ടോ ഡ്യൂപ്ലിക്കേറ്റ് കളക്ഷനായിട്ടോ അത് മാർക്കാവും. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എത്ര കളക്ഷൻ ഉണ്ടോ അതിനെല്ലാം സെപ്പറേറ്റ് പേര് തന്നെ ഇടുക. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നു. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ പേജിൽ വരുവാണ്. ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് എടുത്തു. പ്രോഡക്റ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ ലിങ്ക് ഉണ്ട്. ലിങ്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് സ്റ്റിക്കേഴ്സ് എന്നാണ്. സോ നമ്മൾ തൊട്ടടുത്ത പ്രോഡക്റ്റിന് 1 സ്റ്റിക്കേഴ്സ് 1, അടുത്ത പ്രോഡക്റ്റ് സ്റ്റിക്കേഴ്സ് 2, സ്റ്റിക്കേഴ്സ് 3 ഇങ്ങനെ കൊടുത്ത് പോകാതിരിക്കുക. അതൊരു നമ്പർ പാറ്റേൺ ഫോളോ ചെയ്യാതിരിക്കുക. ഓരോന്നിനും അതിൻ്റെ വ്യക്തമായ പേര് തന്നെ കൊടുത്തു പോവുക. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം സ്റ്റാമ്പ് 1, സ്റ്റാമ്പ് 2, സ്റ്റാമ്പ് 3, സ്റ്റാമ്പ് 4, സ്റ്റാമ്പ് 5 ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗൂഗിൾ അതൊരു സ്പാം അക്കൗണ്ട് ആയിട്ടോ ഒക്കെ മാർക്കാവും. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് അത്രയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യത്തില്ല. സോ ഇത് ഒന്ന് അവോയ്ഡ് ചെയ്യുക. സോ ഇതാണ് നമ്മൾ കളക്ഷൻസിലും അതുപോലെ തന്നെ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളെ ബേസിക് SEO പറഞ്ഞപ്പോൾ ഒരു പേജിൽ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് എത്ര ആഡ് ചെയ്യണം, അത് എങ്ങനെ ആഡ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. അത് നമ്മുടെ ഹോം പേജ്, ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. അപ്പോൾ ഹോം പേജിൽ നമ്മൾ ഒരു മാക്സിമം 10 to 20 ലിങ്ക് മാത്രമേ ആഡ് ചെയ്യാവൂ. അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഷോപ്പ് നൗ അല്ലെങ്കിൽ കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ആഡ് ചെയ്യാതിരിക്കുക. വളരെ ലിമിറ്റഡ് നമ്മുടെ കളക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തൊക്കെ ലിങ്ക് ഉണ്ട്. സോ ഇങ്ങനത്തെ ലിങ്കുകളും എത്ര ചെയ്താലും അതെല്ലാം മാക്സിമം ഒരു 20ൻ്റെ അകത്തുള്ള ലിങ്കുകൾ ആഡ് ചെയ്യുക. ഒത്തിരി ലിങ്ക് ഇടാതിരിക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പേജിൻ്റെ അകത്ത് നമ്മളൊരു 3ഓ 5ഓ ലിങ്കുകൾ മാത്രമേ ഇടുക. ഒത്തിരി ലിങ്കുകൾ ഇടാതിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൊബൈലിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബൈ നൗ ബട്ടൺ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ ഒരു ബൈ നൗ ക്ലിക്ക് ചെയ്ത ഒരു 2 സെക്കൻഡിൻ്റെ അകത്ത് അത് കാർട്ടിൽ ആഡ് ആവണം. അതാണ് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. സോ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് അനിമേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതൊരു സ്ലോനെസ് വന്നാൽ കസ്റ്റമർ അവിടെ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത കുറയും. ഇനി വെബ്സൈറ്റിൻ്റെ സ്പീഡിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പല ആൾക്കാരും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. അതായത് നമ്മളെ ഷോപ്പിഫൈയുടെ നമ്മളെ ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് തന്നെ നോക്കിയാൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ആ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പെയ്ഡ് ആപ്പുണ്ട്, ഫ്രീ ആപ്പുണ്ട്, പല കാര്യങ്ങൾക്കും. അതായത് നമ്മളെ ചെക്കൗട്ട് ബ്ലോക്ക് മാറ്റാൻ, മെയിൽ ചിമ്പ്, അങ്ങനെ ഒരുപാട് ഡിസൈനെ ബാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മളെ ഡിസൈൻ, അതായത് നമ്മുടെ ലൈവിൽ ഓൺ ആവുന്ന ആപ്ലിക്കേഷൻസ് മാക്സിമം കുറയ്ക്കുക. അതായത് ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ള ആപ്ലിക്കേഷൻ്റെ പേരുകളാണ് ഇത്രയും. പക്ഷെ ഇതിൽ കുറേ ആപ്ലിക്കേഷൻ, അതായത് GST, ഡെലിവറി, പിൻഡോ, ഇതെല്ലാം ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മളെ ഓർഡറിനെയോ അല്ലെങ്കിൽ ഷിപ്മെൻറ്റിനെയോ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇങ്ങനത്തെ ആപ്പ് അല്ലാതെ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ അകത്ത്, ചില വെബ്സൈറ്റിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവാം, അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സ്ട്രാ ഐക്കണിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ഇവിടെ താഴെ ഒരു ഡിസൈന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതായത് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡിനെയും അത് ബാധിക്കുന്നുണ്ട്. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം, നമുക്ക്
ഏറ്റവും അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു 10 ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഹെവി അനിമേഷൻസ് ആഡ് ചെയ്യാതിരിക്കുക. ചില വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കുമ്പോൾ ഒത്തിരി അനിമേഷൻസ് വരും. അതായത് നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് അനിമേഷൻസ് ഒരു പരിധിക്ക് അപ്പുറം ആഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ബൈ ബട്ടണും ഒക്കെ പ്രോപ്പറായിട്ട് വിസിബിൾ ആയിട്ട് കാണത്തക്ക രീതിക്ക് തന്നെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ ഒത്തിരി അനിമേഷൻസ് ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ വരുവാണെങ്കിൽ ഉടനെ ബാക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കസ്റ്റമർ കൺഫ്യൂഷൻ ആവും. സോ SEO പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു കസ്റ്റമർ വന്ന് ഒരു 5 സെക്കൻഡിൻ്റെ അകത്ത് ബാക്ക് ഔട്ട് പോയാൽ അതൊരു നെഗറ്റീവായിട്ട് നമ്മളെ റാങ്കിങ്ങിനെ ബാധിക്കും. സോ കസ്റ്റമർ വരുവാണെങ്കിൽ കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നോക്കുക. കാരണം കുറച്ചുകൂടെ മിനിമലായിട്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കളർ ചെയ്യുന്ന ടൈമിലും ഒത്തിരി എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ആഡ് ചെയ്യാതിരിക്കുക. ഇനി മറ്റൊന്ന്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും നമുക്ക് തീം. ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ വരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി ഫ്രീ തീമും ഉണ്ട്, പെയ്ഡ് തീംസും ഉണ്ട്. നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ തീം സ്റ്റോറിലോട്ട് പോയാൽ ഒത്തിരി പെയ്ഡ് തീംസും ഉണ്ട്, ഫ്രീ തീംസും ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു തീം ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ വർക്ക് ചെയ്ത് പ്രോപ്പറാക്കും. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ അതിൽ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടണമെന്ന് ഇല്ല. ഇപ്പോൾ ഞാനിതിൽ ഹൊറിസോൺ തീം എടുക്കുവാണ്. അപ്പോൾ ഹൊറിസോൺ തീം നമുക്ക് ഇറങ്ങിയത് കഴിഞ്ഞ വർഷം അറൗണ്ട് ഒരു ഒക്ടോബർ സമയത്താണ് ഈ ഹൊറിസോൺ തീം പുതിയ തീംസ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് നോക്കി ഇതിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സുകൾ അറിയാൻ കഴിയും. അതായത് ഫെബ്രുവരി 18 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഫെബ്രുവരി 10 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈമിലും പല അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ബഗ്ഗോ അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സോ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സിമ്പിളി ചിന്തിച്ചാൽ നമ്മൾ ഇന്ന് ഒരു ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈലോ മേടിക്കുവാണെന്ന് വെക്കുക. നമ്മളൊരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഐഫോൺ അപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഫോണോ ആപ്പിളോ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. സോ അങ്ങനെയാകും നമ്മുടെ വെബ്സൈറ്റ്. നമ്മൾ SEO എത്ര ആഡ് ചെയ്താലും അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഇല്ലാത്തത് കാരണം നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഷോപ്പിഫൈയിൽ ചെയ്യുവാണെങ്കിൽ ഷോപ്പിഫൈയുടെ ഒഫീഷ്യൽ സ്റ്റോറിലുള്ള വെബ്സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ ഫ്രീ ഉണ്ട്, പെയ്ഡ് ഉണ്ട്. സോ ഇതിനെല്ലാം അപ്ഡേറ്റുകളുള്ള നല്ലൊരു തീം സെലക്ട് ചെയ്യുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഉള്ളത് ആഡ് ചെയ്യാതിരിക്കുക. ഇനി മറ്റൊന്ന് ബാക്ക് ലിങ്ക് സ്ട്രാറ്റജി എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിൽ മെൻഷൻ ആവുന്ന പ്രോസസ്സ്. അതായത് ഇപ്പോൾ നമ്മൾ കോറ അല്ലെങ്കിൽ റെഡിറ്റ് ഇതിൻ്റെ അകത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ബെസ്റ്റ് ഹുഡി ഇൻ കേരള അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെബ്സൈറ്റും അതിനകത്ത് മെൻഷൻ ആവുകയാണെന്ന് വയ്ക്കുക. സോ ഇങ്ങനെ ഉള്ള ഡേറ്റയെ അനലൈസ് ചെയ്ത് ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റ് മറ്റ് വെബ്സൈറ്റിൻ്റെ അകത്ത് മെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്കിങ് കുറച്ചും കൂടെ ഹയർ ആക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോറയും അതുപോലെ തന്നെ റെഡിറ്റ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോം അതർ പ്ലാറ്റ്ഫോംസും കൂടി നോക്കുക, അതിൽ നമ്മുടെ വെബ്സൈറ്റ് മെൻഷൻ ആവാൻ നോക്കുക. ലൈക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ടല്ല, അല്ലാതെ ജെനുവിൻ ആയിട്ട് തോന്നുന്ന രീതിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഗൂഗിളിൽ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ ബിസിനസ് ആഡ് ചെയ്യുക, വെദർ ഇറ്റ്സ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. അതായത് ചില വെബ്സൈറ്റുകൾക്ക് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോർ കാണത്തില്ല, എങ്കിലും ഗൂഗിളിൽ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഡേറ്റാസ് ഒക്കെ ആഡ് ചെയ്യുക, അതിൽ ഇമേജസ് അപ്ലോഡ് ചെയ്യുക. അതായത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നോക്കുക, ഇതിൽ പ്രോപ്പറായിട്ട് ഓരോന്നും നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇതിൽ ഗൂഗിൾ പ്രൊഫൈലിൽ നമ്മളെ വന്നിട്ട് നമുക്കെല്ലാം ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം ആഡ് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആവും. അതായത്
നമ്മുടെ ഇപ്പോഴത്തെ AI, അതായത് എല്ലാ AI അതായത് ജെമിനി ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, ഇവരെല്ലാം ഡേറ്റ എടുക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ വെബ്സൈറ്റ് ട്രസ്റ്റഡ് ആണ് അതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം സോഷ്യൽ പ്രൊഫൈലുകളിൽ ആക്റ്റീവ് ആയിരിക്കുക. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, പിൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, നമ്മളിവിടെ മാക്സിമം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരെന്താണോ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ പേരെന്താണോ അതിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിലൊരു ഐക്കൺ വയ്ക്കുക. സോ ഗൂഗിൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒരു ജെന്യുവിൻ ആണെന്ന് ഫീൽ ഉണ്ടാക്കുക. നമ്മൾ ലിങ്ക്ഡിൻ പല ആൾക്കാരും മിസ്സാക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൽ സെയിലോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ബട്ട് ഗൂഗിൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പ്രൊഫൈൽ ട്രസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ നമ്മളിത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മാത്രം പോരാ. ഇപ്പോൾ പിൻട്രസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്നത് മാക്സിമം 1 വീക്കിൽ 1-2 പിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ വീഡിയോ ഇടുക. സോ അത് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. നമ്മളിപ്പോൾ SEOയിൽ എന്ത് ചെയ്താലും നമുക്കത് ഒരു ഇമ്മീഡിയറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ആവണം എന്നില്ല. നമുക്കൊരു 6 മന്തോ 1 ഇയർ ഒക്കെ ആകുമ്പോൾ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ആയി തുടങ്ങത്തുള്ളൂ. അതായത് സെർച്ചിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പായി വരത്തുള്ളൂ. സോ നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാമെന്നല്ല, നമുക്ക് ഗ്രാജുവലി ഓരോ പ്രാവശ്യം വെബ്സൈറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുക, അപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 2026 നമുക്ക് SEO വേണോ GEO വേണോ, അപ്പോൾ ഇതിൽ ഭയങ്കര ആർഗ്യുമെൻ്റ് നടക്കുന്നൊരു സമയമാണ്. അപ്പം പറയേണ്ടത്, നമുക്ക് വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് ഒരു SEO വേണം, അതിനുശേഷം മാത്രം അതിൽ GEOയിലോട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ബേസിക് SEO മൊത്തം നമ്മൾ ബേസിക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ടെക്നിക്കൽ SEO ചെയ്യുക. ടെക്നിക്കൽ SEO ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അത് റിഫ്ലക്റ്റ് ആയി തുടങ്ങുമ്പോൾ മാത്രം GEO ആഡ് ചെയ്യുക. അപ്പോൾ GEO എന്താണ് ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം, ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.